ഹായ് മക്കളെ, 10ാം ക്ലാസ് CBSEയിൽ മുഴുവൻ മാർക്കും നേടുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാം ഒരു സ്വപ്നമായിരിക്കും. വെറുമൊരു സ്വപ്നത്തിനപ്പുറം അതിൽ വലിയൊരു പ്രയത്നം കൂടി ആവശ്യമുണ്ട്. ഈ 10ാം ക്ലാസ് CBSEയിൽ ഏറ്റവും വൈറ്റൽ റോളുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് നമ്മുടെ സ്വന്തം ഫിസിക്സ് എന്ന് പറയുന്നത്. സോ ഫിസിക്സിനെ മെരുക്കിയെടുക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനും അതുപോലെ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയും ആവശ്യമാണ്. സോ ആ ഒരു സ്റ്റഡി പ്ലാനെ കുറിച്ചും സ്ട്രാറ്റജിയെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ സയൻസിനെ നമുക്ക് മൂന്നായി തന്നെ വേർതിരിക്കാം. ഒന്നാമത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോ നമുക്ക് നമ്മുടെ സ്വന്തം ഫിസിക്സിനെ കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം, അതും വിശദമായി തന്നെ. ആദ്യം തന്നെ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ആകെ 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, വെറും 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് 4 ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം മക്കളെ. സോ ആദ്യത്തെ എന്ന് പറഞ്ഞു വെച്ചാൽ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ ഹ്യൂമൻ ഐ ആൻഡ് വേൾഡ്, കളർഫുൾ വേൾഡ്. ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി. നാലാമത്തെ ചാപ്റ്റർ ആണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇതിലെ ഈ 4 ചാപ്റ്റേഴ്സിനെ തന്നെ നമുക്ക് വീണ്ടും 2 കാറ്റഗറിയിൽ നമുക്ക് ഒതുക്കാം. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സ് ആണ്. അടുത്ത 2 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്. അതായത് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ മാത്രമേ നമുക്ക് 2 ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്റേഴ്സാണ് ആദ്യത്തെ 2. അതിനുശേഷം വരുന്ന 2 ചാപ്റ്റേഴ്സിനകത്ത് ഇലക്ട്രിസിറ്റിയും അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ 4 ചാപ്റ്റേഴ്സിനെ നിങ്ങൾക്ക് ബേസിക് ആയി തന്നെ പരിചയപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. കാരണം പൊതുവെ പല കുട്ടികൾക്കും പാളിച്ച സംഭവിക്കുന്നത് അവർ വ്യക്തമായി കൺസെപ്റ്റുകൾ പഠിക്കുന്നവരായിരിക്കാം, എന്നിരുന്നാൽ പോലും ചോദ്യ പേപ്പർ കാണുന്ന മൊമെന്റിൽ ഒന്ന് പതറിപ്പോകുന്നവരായിരിക്കാം. അതിന് കാരണം ക്വസ്റ്റ്യൻ പേപ്പറെ പരിചയമില്ലാത്തതും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് പരീക്ഷയ്ക്ക് വരിക എന്നറിയാത്തവരുമാണ്. സോ അതിനാൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടന്റിനെ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് വിശകലനം ചെയ്യാം നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യ പേപ്പറെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മക്കളെ 5 സെക്ഷൻസ് ആണുള്ളത്. ABCDE എന്ന് നമുക്ക് പേരിടാം. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ A എന്ന് പറയുന്നത്. കാരണം അതിന് ഏറ്റവും കുറവ് വെയിറ്റേജേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തുവാ സാറേ ഇത്രയും കുറവ് വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷൻ ഇത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? അതിന് കാരണം അതിനകത്ത് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് തന്നെയാണ്. കാരണം അതിനകത്ത് മേജർലി വരുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ്. സോ ആ ചോദ്യങ്ങളെ നേരിടണമെങ്കിൽ നമുക്ക് കണ്ടന്റുകൾക്കപ്പുറം നിങ്ങൾക്ക് കുറച്ചുകൂടി കൺസെപ്റ്റുകൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ആ പറയുന്ന ചോദ്യത്തിന് വെയിറ്റേജ് വരുന്നത് 1 മാർക്കാണ്. സോ സെക്ഷൻ എയിൽ നിന്ന് മക്കളെ നമുക്ക് ഫിസിക്സിൽ 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സെക്ഷൻ എയിൽ നിന്ന് 3 ചോദ്യങ്ങൾ. അടുത്തത് സെക്ഷൻ ബി. സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആൻസേഴ്സ് എഴുതേണ്ട ചോദ്യത്തിന്റെ സെഷനാണ്. അതിനകത്ത് 2 മാർക്ക് വെയിറ്റേജ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും സെക്ഷൻ ബിക്കകത്ത് 2 മാർക്ക് വെയിറ്റേജ്. ആ സെക്ഷൻ ബിയിൽ നമുക്കിവിടെ 4 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. സോ 2 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ ഏതാണ്? സെക്ഷൻ സി. ഷോർട്ട് ആൻസേഴ്സ് വരുന്ന സെക്ഷൻ സി. അതിനകത്ത് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. 3 മാർക്കിന്റെ ചോദ്യങ്ങളല്ല മക്കളെ, 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ സെക്ഷൻ സിക്കകത്ത് 3 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ സെക്ഷൻ ഡി. അതിനകത്ത് 1 ചോദ്യം. സെക്ഷൻ ഇ. സെക്ഷൻ ഇക്കകത്തും 1 ചോദ്യം. പക്ഷെ നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട 2 സെഷൻ. ഒന്നാമത്തെ സെക്ഷൻ എ ഞാൻ പറഞ്ഞു, അടുത്തതാണ് സെക്ഷൻ ഇ എന്ന് പറയുന്നത്. കാരണം സെക്ഷൻ ഇയുടെ കാറ്റഗറി എന്ന് പറഞ്ഞു വെച്ചാൽ കേസ് സ്റ്റഡിയാണ്. സോ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് പലർക്കും പുതുമയുള്ളതായിരിക്കാം. സോ കേസ് സ്റ്റഡിയെ പറ്റിയുള്ള വ്യക്തമായ ഒരു വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ കേസ് സ്റ്റഡി ഓറിയന്റഡ് ആയ 1 ചോദ്യം, വളരെ വെയിറ്റേജ് കൂടിയ 4 മാർക്ക് വെയിറ്റേജ് കൂടിയ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത്. ക്ലിയർ? സോ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ വൃത്തിയായി തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എങ്ങനെ പഠിക്കണം, ഏത് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനുവേണ്ടിയായിരിക്കും നിങ്ങളിൽ പലരും കാത്തിരിക്കുന്നത്. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെയും ഇത്തരം ചാപ്റ്റേഴ്സിനെയും മെരുക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം, അതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് തന്നെ കടക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് ഒരു പ്രോപ്പർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. മക്കളെ നിങ്ങൾക്കറിയാം, നമുക്കാകെ 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ 1 മാസം 1 ചാപ്റ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ വിശദമായി തന്നെ സാവകാശത്തിൽ പഠിച്ചെടുക്കാനുള്ള സമയവും സാവകാശവും നമ്മുടെ മുന്നിലുണ്ട്. ആ സമയം പ്രോപ്പർലി നമ്മൾ വിനിയോഗിക്കണം.
കാരണം ഒരു മാസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഉഴപ്പുന്നതിനപ്പുറം ആ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ മനസ്സിലാക്കണം. അതിലെ ഓരോ കൺസെപ്റ്റുകളെയും ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്ത് ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ കാര്യം. വ്യക്തമായൊരു ടൈം ടേബിൾ നമുക്കിവിടെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ഒരിക്കലും ഒരു എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒന്നല്ല. ആ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ഓൺ നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. സോ രണ്ടാമത് നമ്മുടെ സ്വന്തം ഓൺ നോട്ട് ഓർ ലെക്ചർ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ചാപ്റ്റേഴ്സ് അല്ല മക്കളെ, ഓരോ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാലും ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കംപ്ലീറ്റ് പ്രോബ്ലംസും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഒരു ചാപ്റ്ററിന് ശേഷം ആ ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസിനപ്പുറം നിങ്ങൾ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞാലും നിങ്ങൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും വ്യക്തമായി തന്നെ എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. മക്കളെ, നിങ്ങൾ ഏറ്റവും മിനിമം, ഞാൻ വീണ്ടും പറയുന്നു, മിനിമം അവസാന 3 വർഷത്തെ പ്രോപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. അതായത് നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നതിനപ്പുറം പരീക്ഷയ്ക്ക് എന്തു വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, എന്നാൽ സാറേ ഇതൊന്നും പരീക്ഷയ്ക്ക് വന്നില്ല, എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. മറിച്ച് സാറേ പരീക്ഷയ്ക്ക് ഈ കൺസെപ്റ്റുകളാണ് കൂടുതലായി ചോദിക്കുന്നത്, സോ അവയെ ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഓൾവേസ് വേണം. അതിനാൽ തന്നെ അവസാനത്തെ 3 വർഷത്തെ എങ്കിലും ചോദ്യ പേപ്പർ വൃത്തിയായി വിശദമായി തന്നെ നിങ്ങൾ വിശകലനം ചെയ്തിരിക്കണം, നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. സോ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു സ്റ്റഡി പ്ലാൻ മക്കളെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പിച്ചോടാ മക്കളെ, ഫിസിക്സിൽ മുഴുവൻ മാർക്ക് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിന് കംപ്ലീറ്റ് സപ്പോർട്ടുമായി, എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുമായി Xylem ടീം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് മക്കളെ. സോ കാണാമെടാ. സോ ഓൾ ദ ബെസ്റ്റ്.